ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് കണ്ടപ്പോഴേ മനസ്സിലായി കാണുമായിരിക്കും. ഇപ്പം നമ്മുടെ കോഴികളെക്കുറിച്ചുള്ളതായൊരു വീഡിയോ ആണ്. ഇപ്പം കുറേ പേര് കോഴിയെ കാണിക്കൂ ചേച്ചി, കോഴിയുടെ ഒരു വീഡിയോ ഇടൂ ചേച്ചി എന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ കുറേ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്, എന്നാലും പിന്നെയും ഇടണമെന്ന് കുറേ പേര് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പം പുതിയ പുതിയ അറിവുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ പറയുന്നത്. അപ്പം നമുക്ക് കോഴിയുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇത് കണ്ടില്ലേ, തീരെ കുഞ്ഞു മക്കളാണ്, കണ്ടോ. അപ്പം അവർ അരക്കോഴി ടൈപ്പിനെ വാങ്ങിച്ചുകൊണ്ട് വരാൻ വേണ്ടി പറഞ്ഞു വിട്ടതാണ്. പപ്പയും മോനും കൂടെ പോയിട്ട് ഇതിനെയാണ് വാങ്ങിച്ചുകൊണ്ട് വന്നത്, കണ്ടോ. അവർക്കിത് കണ്ടപ്പം ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. 10 എണ്ണത്തിനെ വാങ്ങിച്ചിട്ടുണ്ട്. 10 എണ്ണത്തിൻ്റെ വില എന്താണെന്നറിയാമോ? ഒരെണ്ണത്തിന് 10 രൂപ. 10 രൂപയാണ് ഒരു കോഴിക്ക്. ഇതിനെ വളർത്തി കിട്ടിയാൽ ഭാഗ്യം, അത്രയെന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഇതെനിക്ക് തോന്നും വിരിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പിറ്റേന്ന് തന്നെ കൊണ്ടുവന്ന് വിൽക്കുന്നതാണ്. അപ്പം നമുക്കതിന് അവർ പറയുന്നത് ചൂടൊന്നും കൊടുക്കണ്ട, അല്ലാതെ തന്നെ അവർ വളർന്നോളൂ എന്നാണ് പറയുന്നത്. ഇപ്പം നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഒരാഴ്ചയോളമായി വലിയ കുഴപ്പമൊന്നുമില്ലാതെ അവർ വളർന്നു വരുന്നുണ്ട്. ഞാൻ ചൂടൊന്നും കൊടുക്കാറൊന്നുമില്ല കേട്ടോ. അവർക്ക് തവിട് കൊടുക്കും, പിന്നെ അവരുടെ കോഴി തീറ്റ മേടിച്ചിട്ട് അതും കൊടുക്കും. അത് എത്ര മാത്രമേ നമ്മൾ കൊടുക്കാറുള്ളൂ. പിന്നെ വെള്ളവും കൊടുക്കും. നോക്കി അവർ കയ്യിലിരുന്ന് കഴിഞ്ഞു. ഇപ്പം നല്ല ചൂട് സമയമാണെന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പം കോഴിയൊക്കെ നമ്മൾ അട വെച്ചിട്ട് വിരിക്കുകയെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ഇൻക്യുബേറ്ററൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വിരിച്ചെടുക്കാം. പക്ഷേങ്കിൽ പിന്നെ ചൂട് സമയത്ത് തന്നെ വളർത്തിയെടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പിന്നെ തന്നെയല്ല, പല അസുഖങ്ങളൊക്കെ ഉണ്ടാവും ചൂട് സമയമാകുമ്പോൾ. അതുകൊണ്ട് ചൂടൊക്കെ ഒന്ന് മാറി ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോഴേ കോഴിയൊക്കെ വിരിക്കാൻ പറ്റിയ സമയമാണ് കേട്ടോ. ഇന്ന് മെയിനായിട്ട് നമ്മൾ വീഡിയോ എടുക്കുന്നു പറഞ്ഞാൽ പലരും പറയാറുണ്ട്, ചേച്ചി കോഴി മുട്ട കുത്തിപ്പൊട്ടിച്ച് കഴിക്കുന്നു. ഇവിടെയും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പം അവർ മുട്ടയിട്ടിട്ട് അവർ പറയുന്നത് അത് ഞങ്ങളുടെ അവകാശമാണ്, ഞങ്ങൾക്ക് മാത്രമുള്ളതാണ്, ഞങ്ങളിടുന്ന മുട്ട ഞങ്ങൾക്കുള്ളതാണെന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് ആരോഗ്യത്തോടെ ഇരിക്കണമെന്നാണ് ഞങ്ങളുടെ കോഴികളും പറയുന്നത്. അപ്പോൾ അങ്ങനെ ആയാൽ പറ്റത്തില്ലല്ലോ. ഇപ്പം നമ്മൾ ഇത്രയും തീറ്റയൊക്കെ കൊടുത്തിട്ട് അന്യായ വിലയൊക്കെ കൊടുത്ത് നമ്മൾ തീറ്റയൊക്കെ മേടിച്ചു. അപ്പം നമ്മൾ കോഴി മുട്ട കുടിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ നമ്മൾ വളർത്തുന്നത്. അപ്പം നമുക്ക് മുട്ട വേണം അല്ലേ. അപ്പം അതിനനുസരിച്ച് നമ്മൾ അടുത്ത വിദ്യ കണ്ടുപിടിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വിദ്യയൊക്കെ കണ്ടുപിടിച്ചു. അങ്ങനെ മുട്ടയൊന്നും കോഴി കുടിക്കാത്ത രീതിയിൽ നമുക്കെല്ലാം മുട്ടയും കിട്ടാനായിട്ട് തുടങ്ങി. അപ്പം നിങ്ങൾക്കും കൂടി ആ അറിവൊന്ന് പറഞ്ഞു തരാം. പിന്നെ കോഴിക്ക് കൊടുക്കേണ്ട തീറ്റകളും പിന്നെ അവരെ എങ്ങനെയാണ് ഈ ചൂട് കാലത്ത് ശുശ്രൂഷിക്കേണ്ടത് എന്നൊക്കെ ഉള്ള ഒരു വീഡിയോ ആണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കോഴിയൊക്കെ മുട്ടയിട്ടിട്ട് നമ്മൾ നോക്കി നിന്നില്ല എന്നുണ്ടെങ്കിൽ കോഴികൾ എന്ത് ചെയ്യും? അത് കുത്തി കുടിക്കും. എല്ലാവരും കൂടെ ബോൾ തട്ടി കളിക്കുന്ന മാതിരി ഒന്ന് തട്ടിയിട്ട് അവരെ എടുത്തുകൊണ്ട് ഓടും. അതിൻ്റെ പുറമെ എല്ലാവരും കൂടെ ഓടുകയാണ് ചെയ്യുന്നത്. അപ്പം ഞങ്ങളുടെ വീട്ടിൽ കോഴികൾ കാണിച്ച ഓരോ സംഭവങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പം നിങ്ങൾക്കും ഇതേ അനുഭവങ്ങളുണ്ടാവാം. അപ്പോൾ കോഴികളും മുട്ടയെല്ലാം ഒരു മുട്ട പോലും കിട്ടത്തില്ല. ഒരു 10-15 കോഴികളുണ്ടായിരുന്നു. എല്ലാം അവർ നമ്മൾ കണ്ണ് വെട്ടിച്ചാൽ ഉടനെ അവർ അതെല്ലാം അന്നേരം തട്ടി, നമുക്ക് പല ജോലികളുണ്ടല്ലോ, അവരങ്ങ് കുടിക്കും. അപ്പോൾ എപ്പോഴും നമുക്ക് ഈ കോഴി നോക്കി നിൽക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ മുട്ടയിടുന്നു നോക്കിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവരിതിങ്ങനെ കുടിക്കുന്നത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര വിഷമം. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു മുട്ട പോലും എടുക്കാൻ കിട്ടുന്നില്ല. ഇതെല്ലാം ഈ കോഴികൾ കുടിച്ച് കോഴികളെല്ലാം നല്ല ആരോഗ്യത്തോടെ വളർന്നു വരികയാണ്. അപ്പം അതിൻ്റെ ഒരു വിദ്യ ചെയ്തെന്ന് വെച്ചാൽ, ഇപ്പം കോഴികൾ മുട്ടയിടാനായിട്ട് കയറിയിരിക്കുമല്ലോ. അപ്പം കയറിയിരിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഒരു കൊട്ട അവിടെ വെച്ചിട്ടുണ്ട്. ഒരു കൊട്ടയ്ക്കകത്തോട്ട് പിന്നെ ഇവർ ഈ കോഴികളെ അങ്ങ് ആക്കാനായിട്ട് തുടങ്ങി. കൊട്ട കൊണ്ടങ്ങ് അടയ്ക്കും. കൊട്ട കൊണ്ട് അടച്ചിട്ടും എന്താണ്, ഇവരാണെങ്കിൽ ആ മുട്ടയെല്ലാം പിന്നെ കൊട്ടയ്ക്കകത്ത് കിടന്നുകൊണ്ട് കൊത്തി കുടിക്കും. അപ്പം പിന്നെ നമുക്ക് നമ്മളെന്ത് വേണം? അപ്പോൾ അടുത്ത വിദ്യ കണ്ടുപിടിക്കണം. അപ്പം കുറേ തുണിയൊക്കെ വെച്ചിട്ടാണ് ഈ കൊട്ടയ്ക്കകത്ത് നമ്മൾ അടച്ചിടുന്നത്. എന്നിട്ട് ഈ കോഴികളെല്ലാം കുത്തി കുടിക്കുകയാണ്. എന്നിട്ടും നമുക്ക് മുട്ട കിട്ടുന്നില്ല. പിന്നെ എന്ത് ചെയ്തു? അതിനകത്ത് ഒരു 2-3 ഇഷ്ടികയൊക്കെ വെച്ചിട്ട് കോഴിക്ക് അത്യാവശ്യം ഇരിക്കത്തക്ക രീതിയിൽ മാത്രമുള്ള സൗകര്യം കൊടുത്തു. എന്നിട്ട് എഴുന്നേറ്റ് നിന്ന് കുടിക്കാൻ ഒക്കാത്ത രീതിയിൽ കൊട്ടയുടെ മുകളിൽ പിന്നെ ഒരു ചാക്കും കൂടെ വെച്ച് മൂടിയിട്ട് അതിൻ്റെ മുകളിലൊരു ഇഷ്ടികയും കൂടെ വെച്ചു. അപ്പോൾ എഴുന്നേറ്റ് നിന്ന് എന്തായാലും അവർക്ക് കൊത്തി കുടിക്കാനായിട്ട് പറ്റത്തേയില്ല. അപ്പോൾ മുട്ടയിടാനായിട്ട് ഒരു തുണിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഞാൻ ഇഷ്ടികയൊക്കെ വെച്ചിരിക്കുകയാണ്. ഇഷ്ടികയൊക്കെ വെച്ചില്ല എന്നുണ്ടെങ്കിൽ അവരതെല്ലാം കുത്തി കുടിക്കുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് കൊട്ടയൊക്കെ അങ്ങോട്ട് വെച്ചിട്ട് കോഴി അതിനകത്തോട്ട് നമ്മളങ്ങ് അടച്ചിടുകയാണ് ചെയ്യുന്നത്. അപ്പം മുട്ടയിടാനായിട്ട് കോഴികൾ ഇങ്ങനെ തുണിയിൽ വന്നിരിക്കും. അപ്പം നമുക്കറിയാതെ മുട്ടയിടാനാണെന്നുള്ളതറിയാം. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? കൊട്ട വെച്ചിട്ട് അങ്ങ് അടയ്ക്കും. ചിലപ്പോൾ അവർ തന്നെ ആ കൊട്ട വെച്ച് അങ്ങ് അടയ്ക്കുകയും ചെയ്യും. കൊട്ടയുടെ മുകളിലോട്ട് കയറിയിരുന്നിട്ട് കണ്ടില്ലേ, അതിനകത്തുണ്ട് കോഴി ഇഷ്ടിക്കാണ്ട് ഇങ്ങനെ ഇരിക്കും, കണ്ടോ. പിന്നെ അവർക്ക് കൊത്തി കുടിക്കാനുള്ള സൗകര്യമൊന്നും ഇതിനകത്തില്ല. അതിൻ്റെ ഒരറ്റത്തിരുന്നവർ മുട്ടയിട്ടിട്ട് എന്നെ വിളിക്കും. അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് ഒരു ചാക്കൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് വീണ്ടും ഒരു ഇഷ്ടിക എടുത്ത് അതിൻ്റെ മുകളിലോട്ട് അങ്ങ് വെച്ചേക്കും. ഇതാണ് എൻ്റെ പണിയൊക്കെ.
അപ്പം അങ്ങനെ കോഴി കൊക്കുമ്പം ചെന്നിട്ട് നമുക്കറിയാം മുട്ടയിട്ടു എന്നുള്ളത്. അപ്പം പോയി മുട്ടയെടുക്കുക. ഇങ്ങനെയാണ് ഇപ്പം ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ എന്തായാലും അങ്ങനെ ഇപ്പം അവർ മറന്നുപോയെന്ന് തോന്നുന്നു മുട്ട കുടിക്കാനായിട്ട്. ഇപ്പം അങ്ങനെ മുട്ടയൊന്നും അങ്ങനെ കുടിക്കാറില്ല. അപ്പോൾ എല്ലാ മുട്ടയും നമുക്ക് അത്യാവശ്യം കിട്ടുന്നുണ്ട്. ഇപ്പം കണ്ടില്ല, ഇപ്പം 2 ദിവസം കൊണ്ട് കിട്ടിയ മുട്ടയാണ് ഈ ഇരിക്കുന്നത്. അപ്പം നമ്മൾ പണ്ട് ഇങ്ങനെ പറയാറുണ്ട്, കുഞ്ഞിനും കോഴിക്കും കൊണ്ടതാണ് ശീലം എന്ന് പറയുന്ന മാതിരി നമ്മളവരെ ഇങ്ങനെ ഒന്ന് പുന്നരിച്ച് പോയോ പിന്നെ നമ്മുടെ അടുത്തുനിന്ന് മാറത്തില്ല ഈ കോഴികൾ. അതുപോലെ തന്നെയാണ് കുഞ്ഞുങ്ങളെ അല്ലേ. അപ്പോൾ അവരെ കൂടുതൽ പുന്നരിച്ചാൽ പിന്നെ അവർക്കങ്ങ് സ്നേഹം അങ്ങ് കൂടും. അപ്പോൾ അവരെ നമുക്ക് താഴ്ത്തി നിർത്താം. അപ്പം നിൽക്കട്ടെ. പിന്നെ കോഴികൾക്കെന്ന് വെച്ചാൽ നല്ല രീതിയിൽ തീറ്റ കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ മുട്ടയൊക്കെ കിട്ടുകയുള്ളൂ. വെറുതെ ഇച്ചിരി നമ്മൾ അരി മാത്രം കൊടുത്തെന്ന് കരുതിയൊന്നും അധികം മുട്ടയൊന്നും നമുക്ക് കിട്ടത്തില്ല. അത്യാവശ്യം നമ്മൾ കോഴിത്തീറ്റയും കൂടെ കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് അത്യാവശ്യം മുട്ടയൊക്കെ കിട്ടുകയുള്ളൂ. ഞാനിവിടെ കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഗ്രോവർ മേടിക്കും. അതിൻ്റെ കൂടെ സ്വല്പം ഗോതമ്പ് തവിടുണ്ടല്ലോ അതുണ്ട്. പിന്നെ അരി ഒന്ന് തിളപ്പിച്ചതിന് ശേഷം, അരി തിളപ്പിച്ചിട്ടാണ് കൊടുക്കുന്നത്. ഒരുപാട് വേവിക്കുകയൊന്നും ചെയ്യരുത്. വെന്ത ചോറൊന്നും കോഴിക്ക് കൊടുക്കാൻ പാടില്ല, പെട്ടെന്ന് നെയ്യൊക്കെ ഇറങ്ങും. അപ്പോൾ ഒന്ന് തിളപ്പിക്കുക, എന്നിട്ട് ഓഫ് ചെയ്യുക, അത്രയും മാത്രം ചെയ്താൽ മതി. അങ്ങനെയുള്ള ചോറ് ഒന്ന് തണുത്തതിന് ശേഷം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് വേണം ഈ കോഴികൾക്ക് കൊടുക്കാനായിട്ട്. നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്നതായ അരി നമ്മൾ കഴിക്കുന്നവർക്ക് കഴിക്കാം, അല്ലാത്തതൊക്കെ കോഴിക്ക് കൊടുക്കാം. ഇതിപ്പോൾ നമ്മളൊന്ന് തിളപ്പിച്ചാൽ മാത്രം മതി. കണ്ടല്ലോ, ഒരുപാട് വെന്ത് പോകരുത്. അതിനകത്തോട്ട് നമ്മുടെ ഗ്രോവർ ഇടാം. പിന്നെ ഗോതമ്പ് തവിടും കൂടാണിത്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കോഴിക്കങ്ങ് കൊടുക്കണം. നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇത് കോഴിയുടെ എണ്ണത്തിനനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. ഒരുപാട് കോഴി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് എടുക്കാം. കുറച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വേസ്റ്റാക്കി കളയാതെ, ചവിട്ടി തേച്ച് കളയാതെ അതിനനുസരിച്ച് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. 2 നേരമൊക്കെ ഭക്ഷണം കൊടുത്താൽ മതി. എല്ലാം മാറിയും തിരിഞ്ഞുമൊക്കെ കൊടുക്കണം. അരി മാത്രം കൊടുത്ത് നോക്കണം, ഗോതമ്പ് മാത്രം കൊടുത്ത് നോക്കണം, ഈ തവിടും ഗ്രോവറും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ മാറി മാറി ഓരോ തീറ്റകൾ കോഴിക്ക് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മുടെ പറമ്പിലുള്ളതായ പിണ്ടി, കൂമ്പ് ഇതെല്ലാം നമുക്ക് കോഴിക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാവുന്നതാണ്. വാഴപ്പിണ്ടിയൊക്കെയാണ് നമ്മൾ കൊലയൊക്കെ വെട്ടിയതിന് ശേഷം അത് വെറുതെ പാഴാക്കി കളയാതെ ഇതൊക്കെ ചെറുതായിട്ട് അരിഞ്ഞു കൊടുത്താൽ കോഴികൾക്ക് വളരെ നല്ലതാണ്. തന്നെയല്ല, അതിനകത്ത് നല്ല ജലാംശമൊക്കെ ഉണ്ട്, അത് നല്ലതാണ്. കോഴികൾക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നാണ് ഈ പിണ്ടിയും കൂമ്പ് ഒക്കെ നല്ലതാണ്. പിന്നെയെന്ന് വെച്ചാൽ കോഴികൾക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പനിക്കൂർക്കയുടെ ഇല, അതുപോലെ തുളസിയുടെ ഇല, പിന്നെ മുരിങ്ങയുടെ ഇല, ഇതൊക്കെ നമുക്ക് പിന്നെ കോവലിൻ്റെ ഇല, ഇതൊക്കെ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് ഒരു പാത്രത്തിനകത്തിട്ട് ഒരു നേരത്തെ ഭക്ഷണം അതൊക്കെ കൊടുക്കാം. ഇതെല്ലാം ചെറുതായിട്ട് അങ്ങോട്ട് പിച്ചി ഇട്ട് കൊടുത്താൽ അവർ കൂട്ടിനകത്ത് നിന്ന് ഇതെല്ലാം കൊത്തി അങ്ങ് തിന്നോളും. അവരെ തുറന്നു വിടുന്നില്ല എന്നുള്ള സങ്കടമൊക്കെ അങ്ങ് മാറിക്കൂടാൻ നേരം. മുരിങ്ങയില, പപ്പായയുടെ ഇല ഉണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. തുളസി ഇല ഉണ്ടല്ലേ, തുളസി ഇലയൊക്കെ ഊരിയിട്ട് കൊടുക്കാം. അതിന് പനിയൊന്നും ഉണ്ടാകത്തില്ല. ഒരു നേരം ഈ ഇലവർഗ്ഗങ്ങളൊക്കെ കൊടുത്താൽ മതി. 3 നേരവും നമ്മൾ അരിയാഹാരമൊന്നും കൊടുക്കണമെന്നില്ല. ഈ ഇലവർഗ്ഗങ്ങളൊക്കെ അയ്യത്തുള്ള ഏത് ഇലവർഗ്ഗങ്ങൾ വേണമെന്നുണ്ടെങ്കിലും അവർക്ക് കൊടുക്കാം. അവരിങ്ങനെ കൊത്തിയും പറക്കുകയും കൊത്തുകൂടാതെയൊക്കെ അങ്ങ് നിന്നോളും. ഈ ആഹാരം ഇല്ലാത്തപ്പോഴാണ് അവർ കിടന്ന് കൊത്തുകൂടുന്നത്. അപ്പോൾ അവർക്ക് കാൽസ്യത്തിൻ്റെ കുറവൊക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഈ മുട്ടത്തോടൊക്കെ ആഹാരത്തോടൊപ്പം പൊടിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ കാൽസ്യത്തിൻ്റെ പൊടി വാങ്ങിക്കാൻ കിട്ടും, അത് കൊടുത്താലും വളരെ നല്ലതാണ്. പിന്നെ ഇടയ്ക്കൊക്കെ അവർക്ക് സവാളയൊക്കെ അരിഞ്ഞിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. പനി പിടിക്കാതിരിക്കാനൊക്കെ സവാള വളരെ ഉപകരിക്കും. ഇപ്പം വിലയുള്ള സമയത്തൊന്നും സവാള കൊടുക്കണമെന്നില്ല. വില കുറഞ്ഞിടക്കുന്നതായ സമയത്തൊക്കെ അവർക്ക് ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് കൊടുക്കണം. അതുപോലെ നമ്മുടെ മീൻ വേസ്റ്റൊക്കെ ചെറുതായിട്ട് അരിഞ്ഞ് കൊണ്ടുവന്ന് വെച്ച് കൊടുക്കാമെന്നുണ്ടെങ്കിൽ അതും അവരവിടെ നിന്ന് കഴിച്ചോളും. നല്ല വൃത്തിക്ക് അവരങ്ങ് കഴിച്ചോളും. ചോറ് നമ്മുടെ കയ്യിൽ മിച്ചം വരുവാന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്തുവാണ്, സ്വല്പം കറി, ഏതെങ്കിലും കറി നമുക്ക് മിച്ചം വരുവാന്നുണ്ടെങ്കിൽ അതിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാമെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അല്ല ഈ കറിയൊക്കെ ഇട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് വിരശല്യമൊന്നും ഉണ്ടാവാതെ ഇരിക്കും. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ കൊടുക്കുമ്പോഴും ഇങ്ങനെ ഇഷ്ടികയൊക്കെ വെച്ച് അത് കമഴ്ത്തി കളയാത്ത രീതി വേണം. ചൂട് സമയത്ത് കോഴിയെ വളർത്തുമ്പോൾ ഇടയ്ക്കൊക്കെ ആഴ്ച 1-2 ദിവസമെങ്കിലും അവരെ ഒന്ന് കുളിപ്പിക്കുന്നത് നല്ലതായിരിക്കും. വെള്ളത്തിലൊന്ന് മുക്കി വിടുന്നത് നല്ലതായിരിക്കും. കാരണം അത്രമാത്രം ചൂടാണ്. തന്നെയല്ല, പിന്നെ നമ്മൾ കൂട്ടിലെ ചാക്ക്, പിന്നെ പഴയ ചാക്കോ തുണിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നനച്ച് ഇട്ട് കൊടുത്താൽ അവരത് കയറി കിടക്കുകയും ഒരു തണുപ്പ് ഫീൽ ചെയ്യുകയൊക്കെ ചെയ്യും. പ്രത്യേകിച്ച് ഈ അടച്ചിടുന്ന കോഴികൾക്ക് അന്ന് ഭയങ്കര ബുദ്ധിമുട്ട്. അവർക്ക് പുറത്തിറങ്ങി അവർക്ക് ഒന്നും കഴിക്കാനോ ഇച്ചിരി പിന്നെ വെള്ളത്തിൽ പോയി കിടക്കാനോ ഒന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളതായ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കാമെങ്കിൽ അവർക്ക് നല്ലൊരു സുഖമായിരിക്കും കിട്ടുന്നത്. ചൂടത്ത് വലിയ അസുഖങ്ങളൊന്നും ഉണ്ടാവാതെ ഇരിക്കും. വേണ്ടേ ബ്രൂണോ, നമ്മുടെ കുഞ്ഞുങ്ങളാന്നേ ഇവർ. ബ്രൂണോ നോക്കിക്കോളുമോ? ബ്രൂണോ ഇവരെ നോക്കിക്കോളുമോ? നമ്മുടെ ഇഞ്ഞു വാ, എനിക്കൊന്നും കാണാനൊന്നും വയ്യാന്നും പറഞ്ഞവൻ പോന്നെ. എൻ്റെ സ്നേഹം കുറഞ്ഞു പോവുമോ? ഇനി വാ, എനിക്കൊന്നും കാണാനൊന്നും വയ്യ, എൻ്റെ സ്നേഹമൊക്കെ കുറഞ്ഞു പോകും. നിങ്ങൾ ഓരോന്നിനെ കൊണ്ടുവരും. നമ്മുടെ കൊച്ചുങ്ങളാ,
ബ്രൂണോയ്ക്ക് ഇഷ്ടപ്പെട്ടോ? കാക്ക ഉണ്ടോയെന്ന് നോക്കിക്കോളൂ ബ്രൂണോ. എന്നാ നോക്കിക്കോ. പച്ചക്കറി കൃഷികളും അല്ലാത്ത മറ്റുള്ള കൃഷികളൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി നമ്മുടെ കൂട്ടിനകത്ത് തന്നെ ഈ കോഴികളായിട്ട് വളർത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം അവരെ തുറന്നു വിട്ടാൽ ഈ വരുന്ന നാമ്പുകളെല്ലാം അവർ നശിപ്പിച്ച് കളയും. അതുകൊണ്ട് നമ്മൾ എന്താണ് ഇടയ്ക്കിടയ്ക്ക് അവർ പിന്നെ പുറത്ത് വളരുന്ന രീതിയിലുള്ളതായ ഭക്ഷണങ്ങളൊക്കെ അവർക്ക് കൊടുക്കുക. അത് ഈ നമ്മുടെ പറമ്പിലുള്ളതായ ഏത് പുല്ലും അവർക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞു കൊണ്ടിട്ട് കൊടുക്കാമെങ്കിൽ അവർക്കത് നല്ല ഇഷ്ടമായിരിക്കും. അത് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ചെയ്തു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഞാനിവിടെ ചെയ്തിരിക്കുന്നത് പിന്നെ അറക്കപ്പൊടിയാണ് നമ്മുടെ കൂട്ടിനകത്ത് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവർ അതിനകത്ത് കളിച്ചും മന്തിയും ഒക്കെ അതിനകത്ത് കിടന്നങ്ങ് നല്ലൊരു രസമായിട്ടാണ് അവർ പുറത്ത് താമസിക്കുന്നവർ തന്നെയാണ് അത് കൂട്ടിനകത്ത് അവർ കിടക്കുന്നത്. ഇച്ചിരി വലിയ കൂടാണ്, രണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അപ്പം ആഹാരം കൊടുക്കുമ്പം വലുതിനെ മുകളിലോട്ടാക്കും, ചെറുതിനെ താഴെയാക്കും. അല്ലെങ്കിൽ അവർ തമ്മി അടി ഉണ്ടാക്കിയാലോ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എല്ലാവരും മേളിൽ കയറിക്കുക, എല്ലാവരും മേളിൽ കയറിക്കുക. അപ്പോൾ അവരുടെ തീറ്റയൊക്കെ കാണുമ്പോൾ അവരിങ്ങനെ മേളിൽ കയറിക്കോളും. അപ്പോൾ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം നമുക്ക്. അവിടെ ഓരോരുത്തർ കയറി വരാൻ തുടങ്ങി. അപ്പോൾ അവർ തിന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ എല്ലാം കൂടെ ചവിട്ടി തേച്ച് കളയും. ബാക്കിയുള്ളവരോട് അങ്ങ് കയറിപ്പോൾ. അപ്പോൾ അവരുടെ പാത്രത്തിൽ തീറ്റയൊക്കെ ഇട്ട് കൊടുത്തപ്പോഴത്തേക്ക് അവരെല്ലാവരും മുകളിൽ കയറി കഴിപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഓരോരുത്തരും മുട്ട ഇട്ടിട്ട് ഇറങ്ങിക്കോളും അത് തീറ്റയൊക്കെ കഴിഞ്ഞിട്ട്. ഇപ്പോൾ 9 പെടയാണുള്ളത്, പൂവനൊന്നുമില്ല. എങ്കിലും ഇഷ്ടം പോലെ മുട്ട നമുക്ക് കിട്ടുന്നുണ്ട്. ഇവർക്ക് നമ്മൾ ഗോതമ്പ് തവിടാണ് ഇട്ട് കൊടുക്കുന്നത്, വെള്ളവും വെച്ച് കൊടുക്കും. രണ്ടുപേരും നല്ല കൂട്ടാണ്. കഴിക്കാൻ നേരം മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റത്തേ ഉള്ളൂ. അവർ തീറ്റ കാണുമ്പം വലിയവരങ്ങ് മുകളിൽ കയറിക്കോളും, അവരെ കൂട്ടിനകത്ത് കയറിക്കോളും. കുഞ്ഞുങ്ങൾക്ക് താഴെയും വെച്ച് കൊടുക്കും. അപ്പം നമ്മൾ ഈ കൂട്ടിനകത്തൊക്കെ വെള്ളം വെച്ച് കൊടുക്കുമ്പോൾ 4 സൈഡിലും അല്ലെങ്കിൽ 2 സൈഡിലും ഭിത്തിയോട് ചേർത്തിട്ട് 2 ഇഷ്ടികയും കൂടെ വെച്ച് കൊടുക്കാമെങ്കിൽ ആവശ്യമില്ലാതെ ഈ വെള്ളം തട്ടിപ്പോവുകയോ കോഴിക്കൂട് വൃത്തികേടാവാതെയൊക്കെ ഇരുന്നോളും. പിന്നെ ഇത് അഴുക്കാകുമ്പം വീണ്ടും നമ്മൾ 1-2 പ്രാവശ്യം ഇത് മാറ്റി കൊടുക്കണം, അല്ലെങ്കിൽ അങ്ങ് അവരെ ചവിട്ടി തേച്ച് അഴുക്കാക്കി കളയും. ഇപ്പോൾ നമ്മൾ നോർമൽ വെള്ളം വെച്ച് കൊടുക്കാം. ചില സമയങ്ങളിൽ നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ആ വെള്ളം ഈ കോഴികൾക്ക് കൊടുക്കാവുന്നതാണ്. അപ്പം മറ്റ് അസുഖങ്ങളൊന്നും അവർക്ക് ഉണ്ടാവത്തില്ല, നല്ല ആരോഗ്യത്തോടെ അവർ ഇരുന്നോളും. ആഴ്ചതോറും നമ്മൾ കോഴിക്കൂട് വൃത്തിയാക്കാമെന്നുണ്ടെങ്കിൽ നമുക്കത് നല്ലൊരു വളവുമാവും. അത് നല്ല ഒരു കുഴിക്കകത്ത് കൊണ്ടിട്ടിരുന്നാൽ നമുക്കത് കുറച്ച് നാൾ അവിടെ കിടക്കുമ്പോൾ നല്ല പഴകിയ കോഴി വളമായിട്ട് നമുക്ക് കൃഷിക്കൊക്കെ ഉപയോഗിക്കാനും സാധിക്കും. പിന്നെ ഈ ചൂട് സമയത്ത് എല്ലാവരുടെയും ഒരു പരാതിയാണ് കോഴിപ്പേൻ്റെ ശല്യം എന്ന് പറയുന്നത്. കോഴിപ്പേൻ്റെ ശല്യത്തിന് നമ്മൾ വെളുത്തുള്ളി നമ്മുടെ വെള്ളത്തിനകത്ത് ചതച്ചിട്ടിട്ട് അതിനകത്ത് കോഴിയെ മുക്കിയെടുത്താൽ ഈ കോഴിപ്പേൻ്റെ ശല്യം കുറച്ച് കുറഞ്ഞിട്ട്, അതുപോലെ ഡെറ്റോളും മുക്കിയിട്ട് നമുക്ക് കോഴി അതിനകത്ത് മുക്കിയെടുക്കാം. ഒന്നും ഒരുപാടായി പോവണ്ട. വെളുത്തുള്ളി ഇച്ചിരി കൂടിയിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഡെറ്റോളൊന്നും ഒരു അടപ്പ് മാത്രം ഒഴിച്ചിട്ട് ഒരു വലിയ ബക്കറ്റ് ഒഴിച്ചിട്ട് അതിനകത്ത് കോഴിയൊന്നും മുക്കി കുളിപ്പിച്ചെടുത്താൽ, തല മുങ്ങരുത്, ആ രീതിയിലൊന്നും ഒന്ന് മുക്കി കഴിഞ്ഞെടുത്താൽ കോഴിക്ക് വലിയ കുഴപ്പമില്ലാതെ അതിൻ്റെ കോഴിപ്പേനൊക്കെ മാറിക്കിട്ടുന്നതായിരിക്കും. പിന്നെയെന്ന് പറഞ്ഞാൽ കോഴിക്കുണ്ടാകുന്നതായ പനി, തുമ്മൽ, ചീറ്റൽ ഒക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ. അപ്പം നമുക്ക് ഇടയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു അരമുറി പാരസെറ്റമോളൊക്കെ കലക്കി ഒരു സിറിഞ്ചിനകത്താക്കി അതിൻ്റെ വായിക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം, നല്ലതാണത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആര്യവേപ്പില, മഞ്ഞൾ, വെളുത്തുള്ളി ഇതെല്ലാം അരച്ച് അതിന് വായി കൊടുക്കാം. അതിൻ്റെ എല്ലാ അസുഖങ്ങൾക്കും നല്ലതാണ്. ഏതൊരു അസുഖത്തിനും ഈ ആര്യവേപ്പില, മഞ്ഞൾ, വെളുത്തുള്ളി നിങ്ങൾ കൊടുത്ത് നോക്കിക്കുക, നല്ലതായിരിക്കും. അപ്പോൾ അതിൻ്റെ പിന്നെ ദേഹത്ത് എവിടെയെങ്കിലും ഒരു മുറിവേരിയോ കുരുപ്പ് വരിയോ അതൊക്കെ ചെയ്താൽ ഈ ആര്യവേപ്പിലയും മഞ്ഞളും വെളുത്തുള്ളിയും കൂടെ നിങ്ങൾ തേച്ച് കൊടുത്താൽ അത് വളരെയധികം മാറ്റം ഉണ്ടാവുന്നതായിരിക്കും. വിരമരുന്നൊക്കെ വാങ്ങിച്ചു കൊടുത്താൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. മുട്ടയൊക്കെ ഇടാനും അത് നല്ലതാണ്. വിരയുടെ മരുന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് വാങ്ങിച്ചു കൊടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പ്രത്യേകിച്ച് ഞാനിവിടെ കോഴിക്ക് വാക്സിൻ ഒന്നും എടുക്കാറൊന്നുമില്ല. നമ്മുടെ ഭക്ഷണവും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. അവർക്ക് പിന്നെ എന്തെങ്കിലും ഇങ്ങനെ പനിയോ അങ്ങനെ ഒന്നും വരാറില്ല കേട്ടോ. വലിയ കുഴപ്പമില്ലാതൊക്കെയാണ് ഇങ്ങനെ പോകുന്നത്. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നല്ല രീതിയിൽ നമുക്ക് കോഴിയെ വളർത്താൻ സാധിക്കും. വലിയ വരുമാന മാർഗ്ഗമാണെന്നൊന്നും ഞാൻ പറയത്തില്ല. പിന്നെ നമ്മുടെ വീട്ടിലേക്കുള്ളതായ മുട്ട നമുക്ക് സമാധാനത്തെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കിത് മുട്ട ഇടാൻ നിൽക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇറച്ചിക്കോഴിയായിട്ട് നമുക്ക് എടുക്കാം. മുട്ട നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ നമുക്ക് കൊടുത്തുകൂടെ, ധൈര്യമായിട്ട് നമുക്ക് കൊടുക്കാമല്ലോ, കടയിൽ നിന്ന് മേടിക്കാതെ. അപ്പം കഴിവതും നമ്മുടെ വീട്ടിൽ ഒരു 4-5 കോഴികളെ നിങ്ങൾ വളർത്താമെന്നുണ്ടെങ്കിൽ നമുക്ക് ലാവിഷായിട്ട് മുട്ടയൊക്കെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പിന്നെ ചിലരൊക്കെ ഡൗട്ട് ചോദിക്കാറുണ്ട്, ചേച്ചി കോഴിയുടെ മൂട് അഴുകുന്നുണ്ട്, അതിനിപ്പോൾ എന്താ ചെയ്യുകയെന്ന്. അപ്പോൾ
അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ആര്യവേപ്പിലയും മഞ്ഞളും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നിങ്ങൾ അരച്ച് തേച്ചാൽ മതി. അല്ലെങ്കിൽ മഞ്ഞൾ മാത്രം ആര്യവേപ്പിലയും മഞ്ഞളും മാത്രം തേച്ചാലും മതി. അത് നല്ല മാറ്റം കോഴികൾക്ക് ഉണ്ടാകുന്നതായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പം അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജായ മിനീസ് ലൈഫ് സ്റ്റൈലും കൂടെ ഒന്ന് ലൈക്ക് ചെയ്ത് വിട്ടാൽ അവിടെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ യഥാസമയം കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.